ഹലോ ഗായ്സ്, ഞങ്ങളെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കുറെ നാളായി നമ്മളൊക്കെ കണ്ടിട്ട്. കുറെ ആയി, എനിക്ക് 5 മാസമായി തോന്നുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഫുൾ ഓട്ടോ ആയിരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാനഡയിൽ കുറെ കാര്യങ്ങൾ, പിന്നെ നാട്ടിലിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ കാര്യങ്ങള് എല്ലാം പതിയെ പതിയെ പറയാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നാളെ കാശിന്റെ 2nd ബർത്ത്ഡേ ആണ്. ഇതേ ഇവിടെ ഉണ്ട് കാശി ഫുൾ ദാ. കാശി ഹായ് പറയൂ. ഹായ് പറയൂ. ഹായ്. അപ്പം അവന്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഈ വട്ടം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് അവന് എന്തെങ്കിലും ടോയ്സ്. ഈ വീഡിയോ ഒട്ടും പ്ലാൻഡ് അല്ല, എനിക്കറിയില്ല ഇതിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന്. അപ്പം ഞങ്ങൾ എന്തായാലും ഈ ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇവനെയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ വിചാരിക്കുന്ന പോലൊന്നും നടക്കണം എന്നില്ല. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അവന് ഗിഫ്റ്റും പിന്നെ ഒരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങിക്കാനായിട്ട് പോവാണ്. ഇവിടുത്തെ വെതറൊക്കെ മാറി വരുന്നുണ്ട്, പക്ഷേ ഫുൾ സ്നോ ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച കൊണ്ട് തീരുമായിരിക്കും തോന്നുന്നു, എനിക്ക് അറിയില്ല. അപ്പോൾ അത് അവർ രണ്ടുപേരും കാറിൽ കയറിയിരുന്നു. അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ. കാശിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? ഓക്കെ. അപ്പൊ നമ്മളിതാ അവന് ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു നമ്മൾ ഈ വട്ടം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല് എന്റെ അപ്പൂപ്പൻ മരിച്ചിരുന്നു. അപ്പം എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ നാട്ടിൽ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന് സുഖമില്ലാണ്ടാണ് വന്നത്, പക്ഷെ അപ്പം അപ്പൂപ്പൻ ഞങ്ങൾ വരുന്ന ദിവസം അപ്പൂപ്പൻ മരിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ വർഷം അങ്ങനെ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണ്ടെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ഒരു കുഞ്ഞായിട്ട് നമുക്കൊക്കെ ഓർമ്മ, ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് അവന് ഒരു ഇതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട്, അതായത് ഒരു കേക്ക് കുഞ്ഞത് മേടിക്കണം, അവന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. പിന്നെ വേറെന്താണ്, കുറച്ച് ബലൂൺസ് ഒക്കെ മേടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എന്താ വേണ്ടേ? ഞങ്ങൾ ഡോളറാമ എത്തിയിട്ടുണ്ട്. നമുക്ക് മേടിക്കാം എല്ലാം മേടിക്കാം. അപ്പോൾ കാശ് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇപ്പം തന്നെ നോക്കി വേണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ശരിക്കും ഇവൻ്റെ ബർത്ത്ഡേക്കുള്ള എന്തായിരുന്നു ബലൂൺസ് ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഏത് വാങ്ങിയാ? അതെ, പഴയ കാശല്ല, ഇപ്പം എല്ലാം വേണം അവന്. ഞങ്ങൾക്ക് അറിയില്ല അവൻ എന്താ മേടിക്കണ്ടെന്ന്. ഓ, ഇപ്പൊ ഒരെണ്ണം ഇവിടുന്ന് ഇപ്പൊ മേടിച്ചു കൊടുക്കാം. കാശി നിനക്ക് എന്താ വേണ്ടേ? എല്ലാം വേണമെന്നാണ്. ഡേ ഹോമിൽ കൊണ്ടുവന്ന ഒരു കുഞ്ഞു ബാഗ്. കാശി ഇഷ്ടായ ബാഗ്? അത് ബലൂണാ? ബ്ലൂ മതി. കാശിക്കൊന്നും മനസ്സിലാവുന്നത് ഇതൊക്കെ എന്താണ്. അപ്പൊ ഈ ബ്ലൂ എന്താ എടുത്ത? ഇത് ഇത് മറ്റേത്. മതി. ഇത് വേണോ? ഇത് പക്ഷെ തൂക്കാൻ നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല ഇവിടെ. ഹായ്, കാശിക്ക് ബസ് കിട്ടിയോ? നീ സൈഡിൽ അതേ നിക്കാത്താണ് നല്ലത്. ഇവിടെ കൊറേ ടോയ്സ് ഉണ്ടല്ലേ. ബച്ചാണോ? കാച്ച അമ്മയുടെ പോക്കറ്റിൽ വെക്കട്ടെ അമ്മ? നോവാ. കാശി എന്താ കയ്യില്? അമ്മയ്ക്ക് തരുമോ? കാശി അമ്മയ്ക്ക് തരുമോ? താങ്ക് യു. കഴിച്ചാ വായിച്ചു. മക്കൾക്ക് കാര് വാങ്ങി, ബസ് വാങ്ങി. എവിടെ ബസ്? എവിടെ മക്കളുടെ ബസ്? എവിടെ കാശി? ബസ് എവിടെ? അമ്മ പിടിക്കാം. അമ്മ പോക്കറ്റില്ല. അമ്മ പോക്കറ്റ് വെച്ചോളാം. ബൈ വരൂ കാശി. ബൈ. സോ നമ്മള് ഇവിടെ വിന്നേഴ്സ് മേടിക്കാന്ന് വിചാരിച്ചു. എന്താണ് ഇത്? കാശി ഇവിടെ കണ്ട. കാശിക്ക് കാറ് വേണോ? ബസ് എവിടെ നിന്റെ ഇപ്പൊ വാങ്ങിയ ബസ്? എവിടെ? മറ്റേ ആനിമൽ എവിടെ?
ആനിമലിനെ മേടിച്ച എവിടെ? റാപ്പ് ചെയ്ത് മേടിക്കണം. റാപ്പ് ചെയ്ത് മേടിച്ചപ്പോ തുറക്കട്ടെ, കുറച്ച് കഷ്ടപ്പെട്ട്. അപ്പൊ ഞങ്ങള് ഡോൾറമ്മേന്ന് മറ്റേ ബലൂൺസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇപ്പൊ നമ്മള് അടുത്ത വിന്നേഴ്സിലെത്തി. അപ്പൊ ഇവിടെ ഇവൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം. അപ്പൊ ഞാനും ഇവനും കാറിനകത്ത് തന്നെ ഇരിക്കും. കാരണം ഇവനെ കൊണ്ട് ഇവനിപ്പോ കാണുമല്ലോ, പിന്നെ അത് അപ്പൊ തന്നെ പൊട്ടിച്ചു കൊടുക്കണം എന്ന് പറയും. അതുകൊണ്ട് നാളെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ തരുൺ ചേട്ടൻ ഇപ്പൊ അത് പോയിട്ട് എടുത്തിട്ട് വാങ്ങിയിട്ട് വരും അല്ലേ? യെസ്. ഇതാണ് ഇവിടുത്തെ ടോയ് സെക്ഷൻ. ഇല്ല, അവന് പറ്റിയ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കണം. കുറേ ഐറ്റംസ് കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ചെറിയ ഡൗട്ട് ഏതെടുക്കണം എന്ന്. അപ്പം ഞങ്ങളും കൂടി വന്നു. ഇവനെ ഡിസ്ട്രാക്ട് ചെയ്യണം. ഇത് അവൻ അകത്തകത്ത് ഈ ഒരു ഐറ്റാണ് വാങ്ങാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. ഇങ്ങനെ ഇവനിരുന്ന് ഓടിക്കാൻ. അവനൊന്നും മനസ്സിലാവില്ല. കാശിക്ക് എന്താ വേണ്ടേ? ഇതെടുക്കാം. അപ്പം അങ്ങനെ ഞങ്ങള് ഒരു ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം തരുന്നേരം ഇനി മേടിച്ചിട്ട് വാ. പാക്ക് ചെയ്യണോ ഇങ്ങനെ കൊടുത്താൽ മതിയോ? പാക്ക് പാടായിരിക്കും. മേടിച്ചിട്ട് എങ്ങനെ റാപ്പ് ഇത്രയും വലുത് പറ്റുമോ? വേണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വെച്ചാൽ മതി. അല്ല, റാപ്പ് ചെയ്യല്ലേ, പൊട്ടിക്കണം. നോക്കാൻ പറ്റുന്ന പോലെ ചെയ്യാം. റാപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ റാപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതുപോലെ തന്നെ എടുക്ക്. അപ്പൊ ഞങ്ങള് പോണു. ഓക്കെ. അല്ല, അവൻ ഇപ്പൊ കണ്ട് ഇപ്പൊ തന്നെ വേണമെന്ന് പറയാം. അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഇവിടുന്ന് പോവാണ്. ഞാനും അവന് പോവാണ്. പക്ഷേ ഇതാരാ നോക്ക്. അങ്ങനെ നമ്മളിതാ വിന്നേഴ്സിന്ന് ഗിഫ്റ്റൊക്കെ മേടിച്ചിറങ്ങി. ഗിഫ്റ്റ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് റാപ്പ് ചെയ്യാനുള്ള കവറും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരാളതൊന്നും ഇതിൽ ശ്രദ്ധിച്ചിട്ടില്ല. ഫോണിനകത്ത് മുഴുകിയിരിക്കുകയാണ്. വീടെത്തുന്നിടം വരെ അത് കാണാണ്ടിരുന്ന ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇവൻ എന്താ മേടിക്കണ്ടേ. കാരണം നമുക്ക് അറിയില്ല ഇവൻ എന്താ ഇഷ്ടം. ഇവന് കാറ് ഭയങ്കര ഇഷ്ടമാണ്, ആനിമൽസ് ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളുടെ വീട് കാറ് കാരണം ഞങ്ങളുടെ വീടിന്റെ ഒരു എന്തെറ്റി ഒട്ടും സ്ഥലമില്ല. അപ്പൊ ഞങ്ങൾ ടോയ് എന്തായാലും അങ്ങനെ മേടിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. വേറെ എന്തെങ്കിലും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇതിവന് ഇഷ്ടപ്പെടുവോ, ഇവൻ ഇത് കണ്ടാ സർപ്രൈസ്ഡ് ആവുമോ നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഇതൊരെണ്ണം മേടിച്ച് ഇനി നാളെ അറിയാം. നാളെയാണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ്. അപ്പൊ അതും കൂടെ ചേർത്തിട്ടായിരിക്കും കേട്ടോ ഈ വീഡിയോ. കാരണം ഇല്ലാത്ത അധികമൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല് കൂപ്പിന്നൊരു കേക്ക് മേടിക്കണം. അവന് കൂപ്പിലെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാശി കേക്കിന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ അവനൊരു കേക്ക് മേടിക്കണം. വേറെ എന്തെങ്കിലും നമുക്കിത് പരിപാടി ഉണ്ടോ? ഒരു ലോലിപോപ്പ്. കാശി ഹായ് പറയൂ. ഹലോ ഗായ്സ് എന്ന് പറയാ. ഹലോ ഗായ്സ് എന്ന് പറയുന്നത് എങ്ങനെയാ? കാശിന്റെ ഹാപ്പി ബർത്ത്ഡേ എന്നാ? ഹാപ്പി ബർത്ത്ഡേ ആണോ കാശിയുടെ? നോ, ഹാപ്പി ബർത്ത്ഡേ അല്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. എപ്പോ ഹാപ്പി ബർത്ത്ഡേ പാടിയാലും അവൻ എക്സൈറ്റ്മെന്റ് ആയിട്ട് അവൻ എല്ലാം തട്ടി ഇങ്ങനെ മാറ്റും. അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ കൂട്ടുന്ന കേക്ക് മേടിക്കാം. അപ്പൊ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ഇനി വീടൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്നതായിരിക്കും. എന്താ കേക്ക് മേടിക്കാൻ വേണ്ടി പോവാം. അവന് വെനിലയാണ് ഇഷ്ടം. പ്ലാനൊക്കെ പാളിയും തോന്നുന്നു. എല്ലാം ഇവിടെ കണ്ടിട്ടുണ്ട്. അതെന്ത് കാശി? വാ കാശി, വീട്ടിൽ പോവാം. സോക്സ് ഞാൻ അവനെ എടുത്തോണ്ട് അങ്ങ് പോവാം. അതെന്ത് കാശി അത്? എല്ലാം കണ്ട്
നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഞാൻ കാശിനെ ഉറക്കി. അപ്പം ഞാൻ ഉറക്കി ഇറങ്ങി വന്നപ്പോൾ തന്നെ തരുൺ ചേട്ടൻ ഓൾമോസ്റ്റ് എല്ലാ പണിയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബലൂണെല്ലാം വേർപ്പിച്ചു, അതേപോലെ എല്ലാം ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ ഗിഫ്റ്റ് എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓഫീസ് റൂമിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കാരണം അവൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാം വേണമെന്ന് പറയുന്നതുകൊണ്ട് നമ്മളതെല്ലാം അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ വലുതായിട്ടൊന്നും ഡെക്കറേഷനൊന്നുമില്ല. അവൻ ഈ ബലൂൺസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്കറിയാം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ കാശ് എണ്ണീക്കുമ്പം ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ എണ്ണീറ്റ് വരുമ്പോൾ തന്നെ അവൻ ഈ കളർഫുള്ളായിട്ട് ബലൂൺസൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവും. പിന്നെ കേക്ക് എന്ന് പറഞ്ഞാൽ കാശിയുടെ ഫേവററ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം എണ്ണീറ്റ് വരുമ്പോൾ തന്നെ ചെയ്യാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഇനി നിങ്ങൾക്ക് കാണാം. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞ്, ഓടി വാ. ഹാപ്പി ബർത്ത്ഡേ. എന്ത് മുന്നേ ഇത്? ഹാപ്പി ബർത്ത്ഡേ. അത് പൊട്ടിച്ചോ, ഇത് കവറ് പൊട്ടിക്കോ, പൊട്ടിച്ചു വെക്ക്. തുറന്ന് നീ ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുക്ക. ആ ഇല്ല അത് പിന്നെ ഇപ്പൊ അയ്യോ അത് മുറിച്ചിട്ട് കൊടുക്കുക. എന്താണ് കുഞ്ഞത്? കാശി വണ്ടിയാണോ? ഇതിങ്ങനെ ഇരുന്ന് തള്ള അത്ര അവരൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ വാങ്ങിയപ്പോ ഞാൻ ഇറങ്ങിയായിരുന്നു. ഓ ബലൂൺ പേര് ബോൾ ബോൾ മറ്റേതെടുക്കാം. ഏത്? ആ അതെടുക്ക. ഓ കേക്ക് കണ്ടപ്പോ അവന്റെ സന്തോഷം നോക്ക്. കേക്ക് കാണുമ്പോഴാണ് സന്തോഷം. കാശി അതെന്താ? കേക്കാണോ അത്? അത് തൊപ്പി വെച്ച് കൊടുക്ക്. തൊപ്പി തൊപ്പി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അമ്മ ഇരിച്ചിട്ട കാശി ഞങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റ് ഇതിലാണ്. കാശി കേക്ക് എമ്മിയാണോ? അവന് കേക്ക് മതി, വേറെ ഇൻട്രസ്റ്റ്
കാശിതേ ഇത് റാസ്ബെറി എടുത്ത് കഴിച്ചോ. ഒരു ബാഗും ഉണ്ട്. വെറുതെ ഇനിയിപ്പോ ഡേ കെയർ ഒക്കെ ഉണ്ട്. ഇതാരും പിന്നെ എല്ലാവരും നോക്ക്. പക്ഷെ താങ്ക് യു പറ എല്ലാരോടും. താങ്ക് യു. ഇതൊക്കെ ക്യാൻഡിലാണ് തിന്നുന്നത്. താങ്ക് യു പറ കാശി. ഇത് തിന്നാനുള്ള ഇത് ക്യാൻഡില്. അത് പാപ്പു അല്ല തങ്കു. കേക്ക് തിന്നോ. ഇത് തിന്നോ. ഇതാ റാസ്ബെറി കഴിച്ചു. ഇതാ ഇത് ഇഷ്ടല്ലേ പാപ്പു? സോ ഞങ്ങള് രാവിലത്തെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അവനെ കൊണ്ട് അമ്പലത്തിൽ പോവാണ്. കാശി ന്യൂ ഡ്രസ്സാണോ? കാശിയുടെ ന്യൂ ഡ്രസ്സാണോ? ഇത് നമ്മള് നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാണ് അവന് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിട്ട്. ബാ 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 ബാ. സോ അമ്പലം നമ്മുടെ മെയിൻ കരിമാരി അമ്മ എപ്പോഴും പോകുന്ന അമ്പലം തന്നെ, നോർത്ത് ഈസ്റ്റില്. അപ്പൊ ഞങ്ങള് ഇനി അമ്പലത്തിൽ പോയി പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ട് തിരിച്ചു വരും. കാശി വാ, ഓടി 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 വാ. കാച്ച എവിടെ നിന്റെ? അമ്മയുടെ കയ്യിലുണ്ട്, വാ കാശി. കാശി ഷൂസ്, ഞങ്ങളുടെ ജീൻസ്, ഞങ്ങളുടെ ഷർട്ട്. കാശി ഇങ്ങോട്ട് നോക്ക്. ഹായ് പറയോ. ഹായ്. എല്ലാവർക്കും താങ്ക് യു പറയൂ. താങ്ക് യു. കാശി അമ്പോറ്റി, അമ്പോറ്റി എവിടെ? ആ അച്ഛപ്പ വരും കേട്ടോ. അമ്പോറ്റി ആരാത്? അമ്പാറ്റ്. ബാ നമുക്ക് ഇറങ്ങാം. അമ്പോറ്റി, അമ്പോറ്റിയുടെ രക്ഷിക്കണേ പറയോ? ആ പറയട്ടോ. കാശി, കാശി ഇതാരാ നോക്ക്. അതാരാ? ആ ഇതാരാ? അതാ കാശി അവിടെ നോക്കൂ. അതാരാ? ദോ അതാരാ? ഇതാരാ? ആരാ? അമ്മാറ്റിയാണോ? ആ ആ ആ ആ. ബാ ദോ അങ്ങോട്ട് അങ്ങോട്ട് അമ്പോറ്റി കാണാൻ പോവാം. വരൂ വരൂ കാശി വാ. ആ അമ്പലത്തി. സോ ഞങ്ങളുടെ അമ്പലം വിസിറ്റൊക്കെ കഴിഞ്ഞു. കാശകത്ത് കയറി ഓൾറെഡി. അപ്പോൾ ഇനി എന്താ, ഇനി ഞങ്ങൾക്ക് പുറത്തുനിന്ന് ബിരിയാണി മേടിക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവും അല്ലേ കാശി? അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ ഹൈദരാബാദി ഹൗസ് അതിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടുത്തെ ഒരു നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ യൂഷ്വലി ഞങ്ങളൊന്ന് പറഞ്ഞിരുന്നു മർഹബ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണ് മേടിക്കാറ്. പക്ഷേ അതിന്ന് സൺഡേ 1 മണിക്കേ ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 12 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോവാമെന്ന്. ഇരുന്ന് കഴിക്കാൻ പാടാ, ഇവനെയും കൊണ്ട് ഇരുന്ന് കഴിക്കാൻ പാടാ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ ഹൈദരാബാദി ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഇതാണ് ഹൈദരാബാദി ഹൗസ്. ഓ ഹൈദരാബാദ് ഹൗസ് എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഹൈദരാബാദി ഹൗസ് എന്നാണ്. കാശി ഇവിടെ ഇരിപ്പുണ്ട്. പ്രസാദം പോലും കഴിച്ചിട്ടില്ല. കാശി നിനക്ക് ബിരിയാണി വേണോ? കാശി യു വോണ്ട് ബിരിയാണി? കാശി യു വോണ്ട് ബിരിയാണി? യു വോണ്ട് കേക്ക്? യു വോണ്ട് ഐസ്ക്രീം? ഇതൊക്കെ മാത്രം കഴിക്കുള്ളൂ, വേറെ ഒന്നും കഴിച്ചുള്ള ഈ കൊച്ചു ചെമ്മടിച്ചൊക്കെ. കാശേ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തി. ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വൈകുന്നേരം ഇവനെ ഒന്ന് കളിക്കാൻ പാർക്കിൽ കൊണ്ടുപോകണം. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഇതാ കാശി ഇവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാമേ. എന്താണ് എന്താണ് ഞങ്ങളുടെ ഹൈദരാബാദി ബിരിയാണി. ഇതാ ചിക്കൻ 65. ഇതൊന്നും കഴിക്കില്ല ഇവിടെ ഒരാള്. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ
ബൈ.